ഹലോ കൂട്ടുകാരെ, അടുത്ത കഥ തേനീച്ചയും മാടപ്രാവും. ഒരിക്കൽ ഒരു തേനീച്ച തടാകത്തിൽ വീണു. അവൻ ആ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അവൻ്റെ ചിറകുകളും നനഞ്ഞുപോയി. അത് കാരണം അവന് പറക്കാനും കഴിഞ്ഞില്ല. തടാകത്തിനരികത്ത് ഒരു മരത്തിൽ ഒരു മാടപ്രാവിരിക്കുന്നുണ്ടായിരുന്നു. ജീവന് വേണ്ടി പോരാടുന്ന തേനീച്ചയെ അവൾ കണ്ടു. അവൾ ഒരു ഇല കൊത്തി കൊക്കുകൊണ്ട് പറിച്ച് അത് നേരെ തേനീച്ചക്കിട്ടുകൊടുത്തു. അതിൽ കയറിയിരുന്ന തേനീച്ചയെ പ്രാവ് തൻ്റെ കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് തടാകത്തിന് പുറത്തേക്ക് പറന്നു വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തേനീച്ച അവിടെ നിന്നും പറന്നുപോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം മാടപ്രാവ് ഒരു മരത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഒരു വികൃതിയായ ചെക്കൻ മാടപ്രാവിനെ അപായപ്പെടുത്താൻ ഉന്നം പിടിച്ചു. തേനീച്ച ആ വികൃതി ചെക്കനെ കണ്ടു. അവൻ മാടപ്രാവിനെ അപകടപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും തേനീച്ച അവൻ്റെ കയ്യിൽ ആഞ്ഞു കുത്തി. ആ വികൃതിയായ ചെക്കൻ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. അവൻ്റെ കരച്ചിൽ കേട്ട് ഉണർന്ന മാടപ്രാവ് അവിടെ നിന്നും പാറിപ്പോയി. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്താൽ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഈ കഥ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുകാരെ. ഓക്കേ, ബൈ.